ഹലോ ഗൈസ്. എന്താ ചോദിക്കുക, നിങ്ങൾ ഈ പഠിപ്പിനൊക്കെ ഇരുന്നിട്ട് അമ്പലപ്പുറമ്പ് ബലൂൺ വെക്കുന്ന പരിപാടിയാണ്. പുതിയ സെറ്റപ്പ് ആണ് മോനെ, ഇങ്ങനെ ഇറങ്ങി വാ, അടിപൊളി ഒരു സാധനമുണ്ട്. നീ പാടാ തകർക്കാം. വാ നീ വാ. എന്റെ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വിരല് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ ബലൂൺ വിട്ട് കഴിഞ്ഞാൽ ഫ്രീ ആകുമല്ലോ. ഇതിനകത്ത് ഏതാണ് വലുതാകുന്നത്? നീ പറ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അതിനകത്തൊന്നുമില്ല. കൈ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് വലുതാവും? ഇതിപ്പോ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇത് രണ്ടും കൂടി ഈക്വൽ ആവുള്ളൂ. ഈക്വലോ? നീ പറ. നീ അങ്ങനല്ല, എടുത്താൻ സംഭവിക്കും. പറ. സയൻസ് അറിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ നീ പറഞ്ഞ തെറ്റാ. എവിടെ പോയിരിക്കും? ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. കേട്ടോ? യെസ് മക്കളെ, ഇത് നമ്മുടെ ബലൂൺ ആണല്ലേ. ആ ബലൂൺ ഞാൻ കൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറ, ഇതിനകത്ത് ഏതായിരിക്കും വലുതാകുന്നത്, ഏതായിരിക്കും ചെറുതാകുന്നത്? എല്ലാവരും പറയുന്നത് അവൻ്റെ ആൻസർ തന്നെയായിരിക്കും, രണ്ടും ഒരേപോലെ ആകുമെന്നാണ്. എന്നാൽ നമുക്ക് നോക്കിയാലോ. ഞാനൊന്ന് കൈയെടുക്കുകയാണ്. യെസ്, കൈയെടുത്ത് കഴിയുമ്പോൾ ഇത് ചെറുതായി, ഇതെന്തായി? വലുതായി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് നമ്മുടെ എക്സസ് പ്രഷറിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേക്കും ഈ ബലൂൺ ചെറുതായിരുന്നു, ഈ ബലൂൺ വലുതായിരുന്നു. നമുക്കറിയാം റേഡിയസ് കുറയുമ്പോഴത്തേക്കും എക്സസ് പ്രഷർ എന്ത് ചെയ്യോടാ? കൂടുകയാണ് ചെയ്യുന്നത്. എക്സസ് പ്രഷർ ഈസ് ഇൻവേഴ്സിൽ പ്രഷർ റേഡിയസ് ആണ്. അപ്പോൾ ഇതിന് എക്സസ് പ്രഷർ കൂടുതലാണ്, ഇതിന് എക്സസ് പ്രഷർ കുറവാണ്. അപ്പോൾ പ്രഷർ കൂടിയിടത്തു നിന്നും പ്രഷർ കുറഞ്ഞിടത്തോട്ട് ആ എയർ പോയതുകൊണ്ടാണ് ഇത് വലുതായത്. ഇതാണ് മക്കളെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ. മക്കളെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നമ്മുടെ 2013 ഇംപ്രൂവ്മെന്റിൽ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിൽ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? എല്ലാം കൊള്ളാം. നമുക്ക് ഈ സാധനം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയോടെ കളർഫുൾ ഇത് കണ്ട കാവടി കടത്തിന് ചോദിക്കുന്നുണ്ട്. ശൂലം കൂടി ഒന്ന് കുത്തി കയറ്റിട്ടെന്ന് പറഞ്ഞു.